ഓഫീസിലെ വലിയ അനുരാഗം. ഓഫീസിലെ വലിയ ഗ്ലാസ് ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു താര. താഴെ തിരക്കുപിടിച്ച നഗരം. അന്നായിരുന്നു അവളുടെ പ്രമുഖ ഇന്റീരിയർ ഡിസൈനിങ് സ്ഥാപനത്തിലെ ആദ്യ ദിവസം. മനസ്സ് നിറയെ ചെറിയൊരു പരിഭ്രമവും അതോടൊപ്പം വലിയ സ്വപ്നങ്ങളുമായിരുന്നു. താര, കൺഗ്രാജുലേഷൻസ്, നമ്മൾ ഒരേ ടീമിലാണ്. പിന്നിൽ നിന്നുള്ള ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ അവൾ കണ്ടത് തിളങ്ങുന്ന കണ്ണുകളോടെ നിൽക്കുന്ന ദേവനെയാണ്. താങ്ക് യു ദേവൻ, ബിഗ് പ്രോജക്റ്റാണെന്ന് കേട്ടു. എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. താര പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഹേയ്, പേടിക്കാൻ മാത്രം ഒന്നുമില്ല. ഡിസൈനിങ് നീയൊരു ജീനിയസ് ആണെന്ന് എനിക്കറിയാം. വി ആർ എ ടീം. ദേവൻ തൻ്റെ കയ്യിലിരുന്ന കോഫി മഗ് മേശപ്പുറത്ത് വെച്ച് അവൾക്ക് ആത്മവിശ്വാസം നൽകുന്ന രീതിയിൽ പറഞ്ഞു. ആദ്യ ദിവസങ്ങളിൽ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായെങ്കിലും അതിവൈകാരികമായ ഓരോ കോണും ഡിസൈൻ ചെയ്യാനുള്ള താരയുടെ കഴിവും സാങ്കേതികമായി അതിനെ പൂർണ്ണതയിൽ എത്തിക്കാനുള്ള ദേവൻ്റെ മിടുക്കും ഒത്തുചേർന്നപ്പോൾ ആ ഡിസൈനുകൾ അത്ഭുതകരമായി മാറി. ജോലി തിരക്കുകൾക്കിടയിലും ഇരുവർക്കുമിടയിൽ പതുക്കെ മനോഹരമായ ഒരു സൗഹൃദം വളരുകയായിരുന്നു. പുതിയ റിസോർട്ട് പ്രോജക്റ്റിൻ്റെ ലൊക്കേഷൻ സന്ദർശനത്തിനായി അവർക്ക് മൂന്നാറിലേക്ക് പോകേണ്ടി വന്നു. തണുത്തുറഞ്ഞ മൂന്നാറിൻ്റെ മടിത്തട്ടിൽ മഞ്ഞുമൂടിയ തേയിലത്തോട്ടങ്ങൾക്കു നടുവിലൂടെ നടക്കുമ്പോൾ താരയുടെ മനസ്സ് തുറന്നു. എനിക്ക് എപ്പോഴും പ്രകൃതിയോട് ചേർന്നു നിൽക്കുന്ന ഡിസൈനുകളോടാണ് ഇഷ്ടം ദേവൻ. വീടെന്ന് പറഞ്ഞാൽ വെറുമൊരു കോൺക്രീറ്റ് കൂടാരമല്ല, ജീവനുള്ള ഒന്നായിരിക്കണം. ദൂരേക്ക് നോക്കി താര പറഞ്ഞു. അവളുടെ മുഖത്തേക്ക് പടരുന്ന കാറ്റിനെ നോക്കി നിൽക്കെ ദേവൻ്റെ കണ്ണുകളിൽ അപരിചിതമായൊരു ആർദ്രത നിറഞ്ഞു. താര, അവൻ പതിയെ വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കി. നിന്റെ ഈ കാഴ്ചപ്പാടാണ് നിന്നെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാക്കുന്നത്. എനിക്കറിയാം. എനിക്ക് നിന്നോട്. ദേവൻ വാക്കുകൾ കിട്ടാതെ തപ്പിത്തടഞ്ഞു. താരയുടെ ചുണ്ടിൽ ഒരു കുസൃതി ചിരി വിരിഞ്ഞു. എന്താ ദേവൻ? ഒരു വലിയ ആർക്കിടെക്റ്റിന് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ലേ? ഞാൻ ഗൗരവമായി പറഞ്ഞതാ താര. അവൻ അവളുടെ കൈകളിൽ പതുക്കെ തൊട്ടു. നിന്നോട് എനിക്കുള്ള വെറുമൊരു പ്രൊഫഷണൽ സൗഹൃദമല്ല. എനിക്ക് നിന്നെ അത്രമേൽ ഇഷ്ടമാണ്. ആ വാക്കുകൾ കേട്ടതും താരയുടെ നെഞ്ചൊന്നു പടപട ഇടിച്ചു. അവളുടെ കവിളുകളിൽ ചോരയോടി. എന്നാൽ ആ കണ്ണുകളിൽ എതിർപ്പായിരുന്നില്ല. വർഷങ്ങളായി കാത്തിരുന്ന ഏതോ ഒരു സത്യം കേട്ടതുപോലെ ആശ്വാസമായിരുന്നു. എനിക്കും, വളരെ പതിഞ്ഞ ശബ്ദത്തിൽ അവൾ പറഞ്ഞു. ആ നിമിഷം തണുത്ത കാറ്റിനെ സാക്ഷി നിർത്തി അവൻ അവളെ ചേർത്തുപിടിച്ചു. അവരിൽ പ്രണയം പൂത്തുലയുകയായിരുന്നു. ചൂട്. മൂന്നാറിലെ ആ മഞ്ഞുപെയ്ത്ത് കൂടുതൽ ശക്തമായിരുന്നു. കുന്നിൻ ചരിവിലെ ചെറിയ കോട്ടേജിൽ ചില്ലുജാലകങ്ങളിൽ തുള്ളികൾ തട്ടിത്തെറിച്ചുകൊണ്ടിരുന്നു. മുറിക്കുള്ളിൽ ഫയർ പ്ലേസിൽ നിന്നെരിയുന്ന വിറകിൻ്റെ മങ്ങിയ വെളിച്ചവും നേരിയ ചൂടും മാത്രം. പുറത്തെ തണുപ്പ് താങ്ങാനാവാതെ കൈകൾ കൂപ്പിപ്പിടിച്ച് ജനാലയ്ക്കരികിൽ നിൽക്കുകയായിരുന്നു. താരയുടെ പിന്നിലേക്ക് അവൻ പതുക്കെ വന്നു ചേർന്നു. അവൻ്റെ സാന്നിധ്യം അറിഞ്ഞതും അവളിലൊരു വിറയൽ പടർന്നു. അവൻ തൻ്റെ ഇരു കൈകളും അവളുടെ അരക്കെട്ടിലൂടെ ചുറ്റി പിന്നിൽ നിന്നും അവളെ തന്നിലേക്ക് ചേർത്തു പിടിച്ചു. അവൻ്റെ നെഞ്ചിലെ ചൂട് തട്ടിയതും താര കണ്ണുകൾ അടച്ചു. ദേവൻ, ഇടറിയ ശബ്ദത്തിൽ അവൾ വിളിച്ചു. തണുക്കുന്നുണ്ടോ താരേ? അവളിൽ നിന്നും ഒരിഞ്ചുപോലും അകലാതെ അവളുടെ കഴുത്തിൻ്റെ മടക്കുകളിലേക്ക് സ്വന്തം മുഖം ചേർത്തു വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു. അവൻ്റെ ചൂടുള്ള നിശ്വാസം കഴുത്തിൽ തട്ടിയപ്പോൾ അവൾ പതുക്കെ തല പിന്നിലേക്ക് ചായ്ച്ചു. അവൻ്റെ വിരലുകൾ അവളുടെ സാരിയുടെ തുമ്പിലൂടെ പതുക്കെ ചലിച്ച് വയറിൻ്റെ നഗ്നമായ ഭാഗത്തിലേക്ക് ഊർന്നിറങ്ങി. അവൻ്റെ കയ്യിലെ ചൂടും കടുപ്പവും തൻ്റെ മൃദുവായ ചർമ്മത്തിൽ തൊട്ടതും താരയിൽ ഒരു കുളിർ കോരിയിട്ടു. അവൻ അവളെ പതുക്കെ തൻ്റെ നേരെ തിരിച്ചു നിർത്തി. എരിഞ്ഞു കത്തുന്ന തീയുടെ വെളിച്ചത്തിൽ അവളുടെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. അവളുടെ പകർന്ന ചുണ്ടിലേക്കും അതിനു താഴെ ഉയർന്ന താളത്തിൽ ഇടിക്കുന്ന നെഞ്ചിലേക്കും
അവൻ്റെ കണ്ണുകൾ നീണ്ടു. അവൻ കുനിഞ്ഞ് അവളുടെ അധരങ്ങളെ സ്വന്തം അധരങ്ങൾക്കിടയിലാക്കി. ആദ്യമൊരു മെല്ലെയുള്ള തൊടലായിരുന്നുവെങ്കിലും നിമിഷങ്ങൾക്കകം അത് ചുംബനത്തിൻ്റെ ആഴമേറി. അവളുടെ ഇരു കൈകളും അവൻ്റെ മുടിയിഴകൾക്കുള്ളിലേക്ക് ആഴ്ന്നിറങ്ങി അവനെ കൂടുതൽ തന്നിലേക്ക് അടുപ്പിച്ചു. അവൻ്റെ കട്ടത്താടി അവളുടെ കവിളുകളിൽ ഉരസിയപ്പോൾ അവളിൽ നിന്നും ചെറിയൊരു ഏങ്ങൽ പുറത്തുവന്നു. താരയുടെ അരക്കെട്ടിൽ കൈ കൊടുത്ത് അവൻ അവളെ പൊക്കിയെടുത്ത് കട്ടിലിലേക്ക് കിടത്തി. അവളുടെ മുകളിലേക്ക് അമരുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ പ്രണയവും കാമവും ഒരുപോലെ തിളങ്ങിയിരുന്നു. "നീ എൻ്റേത് മാത്രമാണ് താരേ." അവളുടെ കൺപീലികളിലും കവിളിലും അതിനു താഴെ കഴുത്തിലും ആഴങ്ങളിലും സ്വന്തം ചുണ്ടുകളാൽ അവൻ പ്രണയം എഴുതിച്ചേർത്തു. അവൻ്റെ കൈകളുടെ സഞ്ചാരം അവളുടെ വസ്ത്രങ്ങളുടെ കെട്ടുകൾ അഴിച്ചു. തണുത്ത കാറ്റും ഫയർപ്ലേസിലെ വെളിച്ചവും സാക്ഷിയാക്കി ആ രാത്രിയിൽ അവർ രണ്ടാളും ഒന്നായി മാറുകയായിരുന്നു. മൂന്നാറിലെ മനോഹരമായ ദിനങ്ങൾ കഴിഞ്ഞ് അവർ ഓഫീസിൽ തിരിച്ചെത്തിയപ്പോഴും ഇരുവരുടെയും കണ്ണുകളിൽ ആ പ്രണയത്തിൻ്റെ തിളക്കമുണ്ടായിരുന്നു. എന്നാൽ അവർക്കിടയിലെ ഈ മാറ്റം ഒരാൾ കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. റീന. ഓഫീസിലെ സീനിയർ ഡിസൈനറായ റീനയ്ക്ക് ദേവനോട് പണ്ടേ മനസ്സിലൊരു ആഗ്രഹമുണ്ടായിരുന്നു. തൻ്റേതാകുമെന്നായിരുന്നു അവളുടെ വിശ്വാസം. എന്നാൽ അവിടെ താരയ്ക്ക് ലഭിക്കുന്ന പ്രാധാന്യവും ദേവൻ്റെ കണ്ണിലെ സ്നേഹവും റീനയെ പ്രകോപിപ്പിച്ചു. "നീ ഇത് കാണുന്നുണ്ടോ അരുൺ?" കോഫി മെഷീൻ്റെ അടുത്തുവെച്ച് റീന അരുണിനോട് ചോദിച്ചു. "ആ താര വന്നതിൽ പിന്നെ ദേവൻ്റെ തുള്ളൽ അല്പം കൂടുതലാണ്. അടുത്ത ആഴ്ച നടക്കുന്ന കമ്പനിയുടെ വലിയ എക്സിബിഷൻ്റെ ഹെഡായിട്ട് സർ അവളെയാണ് വെക്കാൻ പോകുന്നത്." ഡിസൈനിങ്ങിൽ ദേവൻ്റെ വളർച്ചയിൽ അസൂയയുള്ള അരുൺ അതു കേട്ട് പല്ലുറുമ്മി. പോയാലേ ദേവൻ തനിച്ചാകൂ റീന. അരുണിൻ്റെ മുഖത്ത് ഒരു ക്രൂരമായ പുഞ്ചിരി വിരിഞ്ഞു. "എങ്കിൽ ഈ എക്സിബിഷൻ ഡേയിൽ തന്നെ അതിനൊരു തീരുമാനമുണ്ടാകും." അന്നത്തെ ദിവസം താര ഈ ഓഫീസിൽ മാത്രമല്ല ദേവൻ്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഇറങ്ങിപ്പോകും. റീനയുടെ കണ്ണുകളിൽ പകയുടെ തീജ്വാല എരിഞ്ഞു. കമ്പനിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ എക്സിബിഷൻ ദിനം. നഗരത്തിലെ പ്രധാന കൺവെൻഷൻ സെൻ്റർ മുഴുവൻ ഡിസൈനർമാരെക്കൊണ്ടും വ്യവസായ പ്രമുഖരെക്കൊണ്ടും നിറഞ്ഞിരുന്നു. എങ്ങും വെളിച്ചത്തിൻ്റെയും അലങ്കാരങ്ങളുടെയും മായാലോകം. താര അന്ന് കറുത്ത സാരിയിൽ അതിസുന്ദരിയായിരുന്നു. അവളുടെ അഴിച്ചിട്ട മുടിയും കറുത്ത കൺമഷിയെഴുതിയ കണ്ണുകളും ദേവനിൽ നിന്നും ഒട്ടും കണ്ണെടുക്കാൻ സമ്മതിച്ചില്ല. ജനത്തിരക്കിനിടയിലും അവൾക്കരികിലേക്ക് പതുക്കെ നടന്നെടുത്ത് മറ്റാരും കാണാതെ അവളുടെ കൈവിരലുകളിൽ അവൻ പതുക്കെ ഞെക്കി. "ഇന്ന് നിന്നെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ താരേ. ആളുകളുടെ ശ്രദ്ധ മുഴുവൻ പ്രോജക്റ്റിൽ നിന്നും നിന്നിലേക്ക് മാറുമോ എന്നാണ് എൻ്റെ പേടി." അവൻ അവളുടെ കാതുകളിൽ പതുക്കെ മന്ത്രിച്ചു. താരയുടെ കവിളുകളിൽ ചുവപ്പു പടർന്നു. "ദേവൻ എല്ലാവരും കാണും, കൈവിട്." അവൾ ചുറ്റും നോക്കി നാണത്തോടെ പറഞ്ഞു. "കണ്ടാലെന്താ, നീ എൻ്റെ പെണ്ണല്ലേ." അവൻ കുസൃതിയോടെ പുഞ്ചിരിച്ച് അവളുടെ വളവിൽ പതുക്കെ തൊട്ട് കൈ പിൻവലിച്ചു. എന്നാൽ കുറച്ചു ദൂരെ മാറി നിന്ന് ഇതൊക്കെ കാണുകയായിരുന്ന റീനയുടെയും അരുണിൻ്റെയും കണ്ണുകളിൽ തീ എരിയുകയായിരുന്നു. അവരുടെ പദ്ധതിക്കുള്ള സമയം അടുത്തിരുന്നു. പ്രധാന പ്രസംഗത്തിന് തൊട്ടുമുമ്പ് അരുൺ അവിടുത്തെ ഒരു ജീവനക്കാരൻ വഴി താരയ്ക്ക് ഒരു സന്ദേശം എത്തിച്ചു. എക്സിബിഷൻ്റെ പ്രധാന മോഡൽ സൂക്ഷിച്ചിരിക്കുന്ന പിൻവശത്തെ പഴയ സ്റ്റോർ റൂമിൽ എന്തോ സാങ്കേതിക തകരാറുണ്ട്, ഉടൻ വരണം. ഒന്ന് സംശയിക്കാതെ താര അങ്ങോട്ടേക്ക് നടന്നു. എക്സിബിഷൻ സെൻ്ററിൻ്റെ വിജനവും ഇരുണ്ടതുമായ ഭാഗത്തായിരുന്നു ആ മുറി. അവൾ അകത്തേക്ക് കയറിയതും പിന്നിൽ നിന്ന് ആരോ വാതിൽ വലിച്ചടച്ചു. പുറത്തുനിന്ന് പൂട്ടുന്ന ശബ്ദം കേട്ടു. "ആരാ അത്? വാതിൽ തുറക്കൂ." താര പരിഭ്രമത്തോടെ വാതിലിൽ ശക്തിയായി മുട്ടി. പെട്ടെന്ന് മുറിക്കുള്ളിലെ ലൈറ്റുകൾ അണഞ്ഞു. ഇരുട്ടിൽ നിന്നും 2 നിഴലുകൾ അവൾക്കു നേരെ നടന്നു വന്നു. അരുൺ ഏർപ്പാടാക്കിയ 2 ഗുണ്ടകളായിരുന്നു അത്. "ആരാ നിങ്ങൾ? വിടെന്നെ." താര
താര പ്രാണരക്ഷാർത്ഥം നിലവിളിച്ചു. അതിലൊരാൾ അവളുടെ കയ്യിൽ ശക്തമായി പിടിച്ചു ചുവരിലേക്ക് തള്ളി. അവൾ തിരികെ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ കൈകൾ അവളുടെ മുഖത്തടിച്ചു. അവളുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറി. താരയുടെ വായ പൊത്തിപ്പിടിച്ചു. അവർ അവളെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവൾ പേടിച്ചു വിറച്ച് അബോധാവസ്ഥയിലേക്ക് വീഴാൻ തുടങ്ങിയിരുന്നു. പ്രധാന ചടങ്ങ് തുടങ്ങാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ താരയെ കാണാതായത് ദേവനെ അസ്വസ്ഥനാക്കി. അവൻ അവളുടെ ഫോണിലേക്ക് വീണ്ടും വീണ്ടും വിളിച്ചു. സ്വിച്ച് ഓഫ്. സഹപ്രവർത്തകരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ റീനയുടെയും അരുണിൻ്റെയും മുഖത്തെ അനാവശ്യമായ ചിരി ദേവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവൻ നേരെ അരുണിൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ ആഞ്ഞു പിടിച്ചു. "എവിടെടാ താര? എവിടെയാവൾ?" ദേവൻ്റെ ശബ്ദത്തിൽ കേട്ടത് മൃഗീയമായ ഗർജനമായിരുന്നു. എനിക്കറിയില്ല ദേവൻ." അരുൺ പതറി. ദേവൻ അവൻ്റെ വയറ്റിൽ ആഞ്ഞൊരു ചവിട്ടു കൊടുത്തു. അരുൺ നിലത്തു വീണു പിടഞ്ഞു. റീന ഭയന്നു വിറച്ചുപോയി. "പറയടി, എവിടെയാവൾ?" ദേവൻ റീനയ്ക്ക് നേരെ തിരിഞ്ഞതും ഭയം കാരണം അവൾ വിറച്ചുകൊണ്ട് പറഞ്ഞു, "പിൻവശത്തെ പഴയ സ്റ്റോർ റൂമിൽ." വാക്കുകൾ പൂർത്തിയാക്കും മുമ്പേ അവൻ അങ്ങോട്ടേക്ക് കുതിച്ചു. റൂമിൻ്റെ പൂട്ടിയ വാതിൽ അവൻ സർവ്വശക്തിയുമെടുത്തു ചവിട്ടിപ്പൊളിച്ചു. അകത്തെ കാഴ്ച അവൻ്റെ രക്തം തിളപ്പിച്ചു. നിലത്തു കിടക്കുന്ന താരയെ ഉപദ്രവിക്കാൻ തുനിയുന്ന ഗുണ്ടകൾ. ദേവൻ ഒരു വന്യമൃഗത്തെപ്പോലെ അവരിലേക്ക് പാഞ്ഞടുത്തു. കയ്യിൽ കിട്ടിയ മരക്കഷണമെടുത്ത് അവരെ അടിച്ചു തകർത്തു. അവരിൽ ഒരാളുടെ തല ഭിത്തിയിൽ ഇടിപ്പിച്ചു. ചോരയൊലിപ്പിച്ചു അവർ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. നിലത്തു ബോധമറ്റു വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞ് കിടക്കുന്ന താരയെ കണ്ടതും ദേവൻ്റെ നെഞ്ചു പിടഞ്ഞുപോയി. അവൻ ഓടിച്ചെന്ന് അവളുടെ സ്വന്തം മാറോടടച്ചു. താരേ, കണ്ണു തുറക്ക്." അവൾ പ്രതികരിച്ചില്ല. അവൾക്ക് നേരിയ ബോധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ സ്വന്തം കോട്ടൂരി അവളുടെ ശരീരത്തിലേക്ക് പുതപ്പിച്ചു. അവളെ കൈകളിൽ കോരിയെടുത്ത് അവൻ തൻ്റെ കാറിലേക്ക് ഓടി. തൻ്റെ ഫ്ലാറ്റിൽ എത്തിച്ച് അവളെ കട്ടിലിലേക്ക് കിടത്തുമ്പോഴും താര വിറയ്ക്കുന്നുണ്ടായിരുന്നു. "ദേവൻ, എന്നെ അവൾ ഏങ്ങലടിച്ചുകൊണ്ട് കരഞ്ഞു. "ഒന്നുമില്ല താരേ, ആരും ഒന്നും എടുത്തിട്ടില്ല. ഞാൻ വന്നു കേട്ടോ." അവൻ അവളെ നെഞ്ചിലേക്ക് അമർത്തിപ്പിടിച്ചു. അവളുടെ കവിളിലെ തല്ലുകൊണ്ട പാടുകളിലും മുറിവേറ്റ ചുണ്ടുകളിലും അവൻ ആർദ്രമായി ഉമ്മ വെച്ചു. അവളുടെ കണ്ണീർ തുള്ളികളിൽ അവൻ സ്വന്തം ചുണ്ടുകളാൽ ഒപ്പിയെടുത്തു. അവൻ പതുക്കെ അവളുടെ വസ്ത്രങ്ങൾ മാറ്റി അവളുടെ തണുത്ത ശരീരത്തെ സ്വന്തം ശരീരത്തെ ചൂടുകൊണ്ട് പൊതിഞ്ഞു. അവൻ്റെ ഓരോ തൊടലിലും സംരക്ഷണത്തിൻ്റെയും അതിരറ്റ പ്രണയത്തിൻ്റെയും സുരക്ഷിതത്വം അവൾ അറിഞ്ഞു. അവൻ അവളുടെ നെറ്റിയിലും കഴുത്തിലും ഉരുകുന്ന അധരങ്ങളിലും പ്രണയത്തിൻ്റെ ആഴം പകർന്നു നൽകി. ആ രാത്രിയിൽ അവൻ പകർന്നു നൽകിയ ആത്മബന്ധത്തിൻ്റെ ചൂടിൽ അവളിലെ ഭയമെല്ലാം ഉരുകിയൊലിച്ചുപോയി. ആ രാത്രിയിലെ മുറിവുകൾക്കും ഭയത്തിനും മീതെ ദേവൻ പകർന്നു നൽകിയ പ്രണയവും കരുതലും താരയ്ക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. എന്നാൽ ആ ശാന്തത അധികനേരം നീണ്ടുനിന്നില്ല. പിറ്റേന്ന് രാവിലെ എക്സിബിഷനിൽ നടന്ന ആക്രമണ സംഭവങ്ങൾ അറിഞ്ഞ് സിറ്റിയിലെ വലിയ വ്യവസായ പ്രമുഖനായ വിക്രംനാഥ്, താരയുടെ അച്ഛൻ, തൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരോടൊപ്പം ദേവൻ്റെ ഫ്ലാറ്റിലേക്ക് ഇരച്ചുകയറി. "താര!" അച്ഛൻ്റെ ഗർജനം കേട്ട് മുറിയിൽ നിന്നും പുറത്തേക്ക് വന്ന താര വിറച്ചുപോയി. "അച്ഛാ!" വിക്രംനാഥിൻ്റെ കണ്ണുകൾ ദേവനിലേക്കും തുടർന്ന് തൻ്റെ മകളുടെ മുഖത്തെ മുറിവുകളിലേക്കും നീണ്ടു. പ്രമുഖ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അധിപനായ അദ്ദേഹത്തിന് സ്വന്തം മകൾ ഒരു സാധാരണക്കാരനായ ആർക്കിടെക്റ്റിൻ്റെ വീട്ടിൽ രാത്രി കഴിച്ചുകൂട്ടിയെന്ന വാർത്ത അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല. "നിനക്കെന്താടി ഇവിടെ കാര്യം? ഒരു തറക്കുടുംബത്തിൽ പിറന്ന ഇവൻ്റെ കൂടെയാണോ നിൻ്റെ വാസം?" വിക്രംനാഥ് അരിശത്തോടെ ചോദിച്ചു. "വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം മിസ്റ്റർ വിക്രംനാഥ്." ദേവൻ മുന്നോട്ടു വന്നു. "ഇത് നിങ്ങളുടെ ഓഫീസോ ബിസിനസ് സാമ്രാജ്യമോ അല്ല. ഇന്നലെ രാത്രി നിങ്ങളുടെ മകളെ ചിലർ അപായപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ രക്ഷിച്ചത് ഞാനാണ്. അവളുടെ ജീവനും മാനത്തിനും കാവൽ നിന്നത് ഈ വീട്ടിലാണ്. അതിന് നിന്നോടാരാണ് ചോദിച്ചു?" "അതിന് നിന്നോട് ആര് ചോദിച്ചു?" വിക്രംനാഥ് പുച്ഛത്തോടെ ചിരിച്ചു.
എൻ്റെ മകളുടെ ജീവിതത്തിലേക്ക് വരാൻ നിനക്കെന്താടാ യോഗ്യത? വെറുമൊരു കമ്പനിയിലെ ശമ്പളക്കാരൻ. എൻ്റെ പണത്തിനും പദവിക്കും മുന്നിൽ നീ ഒന്നുമല്ല. എനിക്ക് നിങ്ങളുടെ പണമോ പദവിയോ വേണ്ട. ദേവൻ അവൻ്റെ കണ്ണുകളിലേക്ക് നേരെ നോക്കി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. എനിക്ക് താരയെ വേണം. അവൾ എന്നെയും സ്നേഹിക്കുന്നുണ്ട്. അത് ഞാൻ തീരുമാനിക്കും. വിക്രംനാഥ് താരയുടെ കയ്യിൽ ബലമായി പിടിച്ചു വലിച്ച് മുന്നോട്ട് നീക്കി. ഇവളെ അടുത്ത ആഴ്ചയിൽ ഞാൻ ലണ്ടനിലേക്ക് അയക്കുകയാണ്. അവിടെ എൻ്റെ ബിസിനസ് പാർട്ട്ണറുടെ മകനുമായി ഇവളുടെ വിവാഹവും നടക്കും. ഇനി ഇവളുടെ നിഴൽ പോലും നിന്റെ മുന്നിൽ പതിക്കരുത്. അച്ഛാ, വേണ്ട, ഞാൻ വരില്ല. ഞാൻ ദേവനെ മാത്രമേ കല്യാണം കഴിക്കൂ. താര കരഞ്ഞുകൊണ്ട് അച്ഛൻ്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ വിക്രംനാഥ് അത് വകവയ്ക്കാതെ അവളെ വലിച്ചു പുറത്തേക്ക് കൊണ്ടുപോയി. ദേവൻ തടയാൻ ശ്രമിച്ചെങ്കിലും വിക്രംനാഥിൻ്റെ സെക്യൂരിറ്റിക്കാർ അവനെ തടഞ്ഞു നിർത്തി. ദേവ കാറിലേക്ക് കയറുമ്പോഴും താരയുടെ ആകുലമായ വിളി അന്തരീക്ഷത്തിൽ മുഴങ്ങിപ്പോയി. അതിജീവനത്തിൻ്റെ വഴി. താരയെ അവളുടെ വീട്ടിൽ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. ഫോണും ഇൻ്റർനെറ്റും എല്ലാം വിക്രംനാഥ് വാങ്ങിവെച്ചു. എന്നാൽ ദേവൻ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. തൻ്റെ സ്വന്തം കഴിവ് തെളിയിക്കാൻ വിക്രംനാഥിൻ്റെ മുന്നിൽ താരയെ ചോദിച്ചു ചെല്ലുന്നതിന് അർത്ഥമില്ലെന്ന് അവൻ മനസ്സിലാക്കി. അവൻ ജോലി ഉപേക്ഷിച്ച് സ്വന്തമായി ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ് ഫേം തുടങ്ങി. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അവൻ അധ്വാനിച്ചു. 2 ആഴ്ചയ്ക്ക് ശേഷം താരയെ ലണ്ടനിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ തലേന്ന് രാത്രി വിക്രംനാഥിൻ്റെ ബംഗ്ലാവിൻ്റെ വമ്പൻ മതിൽക്കെട്ടുകൾ ചാടിക്കടന്ന് ദേവൻ അവളുടെ മുറിയിലെ ബാൽക്കണിയിലെത്തി. ചില്ലുജാലകത്തിൽ തട്ടുന്ന ശബ്ദം കേട്ട് താര ജനൽ തുറന്നു. മുന്നിൽ നിൽക്കുന്ന ദേവനെ കണ്ടതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് പടർന്നു കയറി. ദേവ, നീ എങ്ങനെ? അച്ഛൻ അറിഞ്ഞാൽ. അവൾ വിതുമ്പി. മിണ്ടരുത് താരേ. അവൻ അവളുടെ ചുണ്ടുകളിൽ വിരൽ വെച്ചു. അവൻ അവളെ മുറിക്കുള്ളിൽ കൂട്ടി. വാതിൽ പൂട്ടി. ദിവസങ്ങൾക്ക് ശേഷമുള്ള ആ കണ്ടുമുട്ടൽ അവരുടെ ഉള്ളിൽ പ്രണയത്തിൻ്റെ വലിയൊരു കടൽ തന്നെ ഇരമ്പിച്ചു. അവൻ അവളുടെ പടർന്ന മുടിയിഴകളെ വകച്ചുമാറ്റി. തടങ്കലിൽ വാടിയ ആ മുഖത്ത് സ്വന്തം അധരങ്ങൾ അമർത്തി. അവളുടെ കണ്ണീരും വിറയലും മാറും വരെ അവൻ അവളെ ചുംബിച്ചു. വസ്ത്രങ്ങൾക്കിടയിലൂടെ അവൻ്റെ ചൂടുള്ള കൈകൾ അവളുടെ അരക്കെട്ടിൽ അമർന്നപ്പോൾ താര തൻ്റെ സകല ഭയവും മറന്ന് അവനിലേക്ക് അലിഞ്ഞു ചേർന്നു. കട്ടിലിൽ ആ രാത്രിയുടെ നിശബ്ദതയിൽ അവർ വീണ്ടും ഒന്നായി. പ്രണയവും കാമവും വിരഹവേദനയും ഒരുപോലെ ആളിപ്പടർന്ന നിമിഷങ്ങൾ. അവൻ നൽകിയ ഓരോ സ്പർശനത്തിലും നീ എൻ്റേത് മാത്രമാണ് എന്ന ഉറപ്പുണ്ടായിരുന്നു. വെളുപ്പിനെ അവൾക്ക് നേരെ ചെറിയൊരു പെൻഡന്റ് സമ്മാനിച്ച് അവൻ പറഞ്ഞു. നാളെ എയർപോർട്ടിലേക്ക് പോകും വഴി ഞാൻ നിന്നെ സ്വന്തമാക്കും. നീ എന്നെ വിശ്വസിക്കണം. അന്തിമ വിജയം. പിറ്റേന്ന് രാവിലെ എയർപോർട്ടിലേക്ക് പോകുന്ന വിക്രംനാഥിൻ്റെ കാറിൻ്റെ വഴിയിൽ വെച്ച് 2 വലിയ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി. വിക്രംനാഥ് ദേഷ്യത്തോടെ പുറത്തിറങ്ങി. ആരാടാ നിങ്ങൾ? മുന്നിലെ കാറിൽ നിന്നും ഇറങ്ങി വന്നത് ദേവനായിരുന്നു. എന്നാൽ പഴയ സാധാരണക്കാരനായ ദേവനായിരുന്നില്ലത്. സിറ്റിയിലെ ഏറ്റവും വലിയ ഇൻ്റർനാഷണൽ ബിൽഡേഴ്സ് പുതിയ പ്രോജക്റ്റ് ഹെഡായി അവൻ ചാർജ് എടുത്ത വാർത്ത അന്നത്തെ പത്രങ്ങളിൽ അച്ചടിച്ചു വന്നിട്ടുണ്ടായിരുന്നു. മിസ്റ്റർ വിക്രംനാഥ്, ദേവൻ ശാന്തനായി പറഞ്ഞു, നിങ്ങൾ എന്നെ അളന്നത് എൻ്റെ ഇന്നത്തെ സമ്പത്ത് വെച്ചാണ്. എന്നാൽ എൻ്റെ കഴിവും അധ്വാനവും വെച്ച് ഞാൻ എൻ്റെ സ്വന്തം ഉണ്ടാക്കിയെടുത്തു. ഇനിയും പറയൂ, നിങ്ങളുടെ മകളെ സന്തോഷത്തോടെ നോക്കാൻ എനിക്ക് യോഗ്യതയില്ലേ? വിക്രംനാഥ് പകച്ചുപോയി. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ദേവൻ ഉണ്ടാക്കിയെടുത്ത വളർച്ചയും അവൻ്റെ കണ്ണിലെ ആത്മവിശ്വാസവും വിക്രംനാഥിനെ ചിന്തിപ്പിച്ചു. താര കാറിൽ നിന്നും ഇറങ്ങി ദേവൻ്റെ കൈകൾ ചേർത്തു പിടിച്ചു. അച്ഛാ, പണം കൊണ്ട് അളക്കാൻ കഴിയുന്നതല്ല ഞങ്ങളുടെ പ്രണയം. എനിക്ക് ദേവൻ്റെ കൂടെ ജീവിക്കാനാണിഷ്ടം, താര ഉറപ്പിച്ചു പറഞ്ഞു. തൻ്റെ മകളുടെ കണ്ണുകളിലെ തിളക്കവും അവൻ്റെ നിലപാടുകളും
കണ്ടപ്പോൾ വിക്രംനാഥിൻ്റെ ഉള്ളിലെ അഹങ്കാരം അലിഞ്ഞുപോയി. സ്വന്തം മകളുടെ സന്തോഷമാണ് വലുതെന്ന് ആ അച്ഛൻ തിരിച്ചറിഞ്ഞു. "എനിക്ക് തെറ്റിപ്പോയി ദേവാ." വിക്രംനാഥ് ദേവൻ്റെ തോളിൽ തൊട്ടു. "എൻ്റെ മകളെ ഞാൻ നിനക്ക് തരുന്നു. അവളെ നന്നായി നോക്കണം." അച്ഛൻ്റെ സമ്മതത്തോടെ താരയെ ചേർത്തു പിടിക്കുമ്പോൾ ദേവൻ്റെ മുഖത്ത് വിജയച്ചിരി വിരിഞ്ഞു. മാസങ്ങൾക്ക് ശേഷം കടൽ തീരത്തെ തരംഗങ്ങൾ പാദങ്ങളെ പുൽകുന്ന ആ സായാഹ്നത്തിൽ തൻ്റെ ഭാര്യയായി മാറിയ താരയെ കോരിയെടുത്ത് ദേവൻ കടലിലേക്ക് നടന്നു. അവരുടെ പ്രണയത്തിന് ആഴക്കടലിൻ്റെ അനന്തതയുണ്ടായിരുന്നു.